പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നു വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട എൽദോസ് ചക്കാട്ടിലച്ചൻ, ഹെർമിറ്റ്സ് സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, മലയാറ്റൂർ ഇല്യത്തോട് ഹെർമിറ്റ്സ് സംരംഭം ആരംഭിച്ചിട്ട് 3 വർഷമായി. 2021 കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് കാതോലിക്ക ബാവയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ ധർമ്മസ്ഥാപനം ആരംഭിച്ചതിൽ പിന്നെ ഏകദേശം 1000-ൽ പരം ആളുകൾ ഈ സ്ഥലം സന്ദർശിച്ച് പോവുകയുണ്ടായി. കൂടാതെ നമ്മുടെ പള്ളികളിൽ നിന്നുള്ള ഭക്ത സംഘടനകളും വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഹെർമിറ്റ്സ് കേന്ദ്രമാക്കി 2 വർഷമായി ആരംഭിച്ചിരിക്കുന്ന ഹെർമിറ്റ്സ് മെസ്സേജസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണുമല്ലോ. ബഹുമാനപ്പെട്ട ചക്കാട്ടിൽ അച്ഛനാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായി വർക്ക് ചെയ്യുന്നതും ഈ തരത്തിലുള്ള ആത്മീയ സംരംഭങ്ങൾ ക്രോഡീകരിക്കുന്നതും. അതോടൊപ്പം ഫാദർ റോബിൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ഫലമായിട്ട് നാൾക്ക് നാൾ ഈ 3 വർഷത്തെ ട്രമൻഡസ് ഗ്രോത്ത് ക്രിസ്മസ് സീസണിൽ ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അതിയായ താല്പര്യമുണ്ട്. ഹെർമിറ്റ്സ് ടോക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിവിധ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് അപ്രിഷിയേഷൻ ടെലിഫോൺ വഴിയും മെസ്സേജ് വഴിയായും ഇവിടെ ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശ്രമകരമായ വളരെ സ്റ്റഡിയായ ഈ മെസ്സേജസ് ആളുകളുടെ ഹൃദയങ്ങളിൽ പതിവ് എന്ന് അറിയുന്നതിൽ അത്യധികം സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്മസ് നമ്മൾ ഓർക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപികളുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ പൂജനായി. പാപികളായ എല്ലാവർക്കും ഉദ്ധാരണവും ദൈവമായി തീരാൻ വരെയുള്ള സ്വാതന്ത്ര്യവും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഓർക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് there was no room in സത്രത്തിൽ സ്ഥലമില്ലാതെ ഗോശാലയിൽ കീറത്തുണിയിൽ പൊതിയപ്പെട്ട ശിശുവായി വളരെ സാധാരണക്കാരൻ്റെ സംവിധാനത്തിൽ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നു. സാധാരണക്കാരുടെ ദൈവമാക്കി തീർക്കുവാനുള്ള ശ്രമത്തിൽ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണശേഷം അന്ന് ഉണ്ടായിരുന്ന ആളുകൾ വളർന്നു ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞ ഈ ക്രൈസ്തവ സഭയിൽ ക്രിസ്തുമസിൻ്റെ ഈ രംഗത്ത് നാം ഓർക്കേണ്ടത് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് തന്നെ. യേശു ക്രിസ്തുവിന് ഇടമില്ലാതെ ഇരിക്കുന്ന അവസരം നാം ഓർക്കേണ്ടതാണ്. ഇന്ന് യേശു ക്രിസ്തുവിന് ഹൃദയത്തിൽ ഒട്ടും സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തികളിൽ, നമ്മുടെ സഭകളിൽ യേശു ക്രിസ്തു ഇടമില്ലാതെ വലയുന്ന അവസരം. ഗോശാലയിലേക്ക് മാറ്റപ്പെട്ടതുപോലെ തന്നെ തൻ്റെ സത്രത്തിൽ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം പോലെ തന്നെ മനുഷ്യ മനസ്സുകൾ ക്രിസ്തുവിൻ്റെ നേരെ വളരെ സ്തംഭിച്ചും വളരെയധികം ശോഷിച്ചും വളരെയധികം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയും വരുന്ന ഒരു കാലം. നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉപവാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതം പുനർചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2025 ക്രിസ്തുമസ് നമുക്ക് പുനർചിന്തനത്തിനുള്ള അവസരമാണ്. വീണ്ടും ഒരു വർഷം 2025 നാം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. പുതിയൊരു ജീവിതം ദൈവം തമ്പുരാൻ നമ്മളോടൊപ്പം വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സഭയിലുള്ള അസ്വസ്ഥതകൾ എല്ലാം നീക്കി നന്മയ്ക്കും ഐശ്വര്യത്തിനും ദൈവത്തിൻ്റെ ഗ്ലോറിഫിക്കേഷൻ, ദൈവത്തിൻ്റെ ഗ്ലോറി ഈ ഭൂമിയിൽ എല്ലാവർക്കും ആസ്വദിക്കാനും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഒരിക്കൽ കൂടി ഹെർമിറ്റ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കും ഹെർമിറ്റ്സ് മെസ്സേജ് സ്വീകരിക്കുന്നവർക്കും നാളിതുവരെ ഇതിൽ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ഇപ്പോഴും തുടരുന്ന ബഹുമാനപ്പെട്ട എൽദോസ് ചക്കാട്ടിലച്ചനോടുള്ള ആദരവ് രേഖപ്പെടുത്തുകയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ പ്രോസ്പെറസ് ഇയർ ടു യു ഓൾ. I wish you. Thank you.